അപ്പോൾ എൻ്റെ മക്കളെ കോൾവിച്ചേട്ട വർക്ക് കഴിഞ്ഞ് വന്ന മക്കളെ നല്ല കിടിലേം കിടക്കാച്ചി കപ്പ മേടിച്ച മക്കളെ മരച്ചീനി കൊള്ളി എന്നൊക്കെ പറഞ്ഞ സാധനം. എൻ്റെ മക്കളെ വേറെ ലെവൽ എന്നാ വലിപ്പാണെന്ന് നോക്കി. അത് അങ്ങനെ തന്നെ കവറിൽ കയറ്റാൻ പറ്റില്ല, അതുകൊണ്ട് 2 കഷ്ണാക്കി മക്കളെ. നമ്മുടെ സുന്ദര കുട്ടപ്പൻ സൽമാൻ ഖാനെ പോലെ ഇരിക്കണം നമ്മുടെ ചെക്കൻ്റെ കവറിലിട്ട്. എൻ്റെ സ്വന്തം കുഞ്ഞുമക്കളെ. അപ്പോൾ കോൾവിച്ചേട്ട വൈകുന്നേരം വർക്ക് കഴിഞ്ഞ് വന്നപ്പോൾ നല്ല കപ്പ മേടിച്ചിട്ടുണ്ടെന്ന് മക്കളെ. നമുക്ക് ഇവരെ നല്ല അടിപൊളിയായിട്ട് വലിയ കഷ്ണമാക്കി അങ്ങോട്ട് പുഴുങ്ങി അങ്ങോട്ട് എടുക്കാം. പുഴുങ്ങി സെറ്റ് ചെയ്തിട്ട് പിന്നെ ചമ്മന്തി കൂട്ടി ഒരു ചമ്മന്തി കാന്താരി കിട്ടിയിട്ടില്ല മക്കളെ. നമുക്ക് നല്ല പച്ചമുളക് ഉടച്ച് ഒരു ചമ്മന്തി ഉണ്ടാക്കാം, സിമ്പിളി ചമ്മന്തി. അതും കൂട്ടി ഇവനൊരു പിടുത്തം. എൻ്റെ മക്കളെ വേറെ ലെവല്. എൻ്റെ മക്കളൊക്കെ ഭക്ഷണം കഴിച്ചാ, എൻ്റെ മക്കളൊക്കെ ഭക്ഷണം കഴിച്ചെന്ന് കേട്ടാൽ സന്തോഷം കേട്ടാ. അതിനേക്കാൾ വലിയ സന്തോഷം ഇല്ല മക്കളെ. അപ്പൊ ഇന്നത്തെ പരിപാടി മക്കളെ ഇവൻ അങ്ങോട്ട് സൈസാക്കി എടുക്കല്, വെട്ടി തേച്ചഴുകി നല്ല അടിപൊളിയായിട്ട് എടുക്കണം മക്കളെ. അങ്ങനെ തൊലിയൊക്കെ നല്ല കിടിലൻ കിടക്കാഴ്ചയായിട്ട് കഴിഞ്ഞപ്പോൾ ഇത് കണ്ട മക്കളെ വാഴപ്പിണ്ടി പോലെ ഇരിപ്പുണ്ട്. നല്ല വലിയ പീസാണ് കേട്ടോ. നല്ല സൈസ് പീസാക്കി വെട്ടി പീസാക്കി എടുത്തിട്ട് ഇഡലി പാത്രത്തിൽ വെച്ച് നല്ല ആവിയേറ്റി വേവിച്ചെടുക്കണം മക്കളെ. എൻ്റെ മക്കളെ അതേപോലെ വെള്ളത്തിലിട്ട് വേവിക്കരുത് കേട്ടോ. വെള്ളത്തിലിട്ട് വേവിച്ചാൽ അതിൻ്റെ ഒരു സത്ത് പോയി മക്കളെ. ഇതേപോലെ ഇഡലി പാത്രത്തിൽ വെച്ച് ആവിയേറ്റി വേവിച്ചെടുത്ത് ഉപ്പിടണം കേട്ടോ. ഉപ്പിട്ടിട്ട് നല്ല അടിപൊളിയായിട്ട് വേവിച്ചെടുക്കണം. എന്നിട്ട് ആ ചമ്മന്തി കൂട്ടി ഒരു പിടുത്തം പിടിച്ചാൽ ഇങ്ങനെ കുത്തി നോക്കണം മക്കളെ വെന്തിട്ടുണ്ടായില്ലേന്ന്. അങ്ങനെ കുത്തി നോക്കുമ്പോൾ പറയാം നല്ല കിടലിനായിട്ട് വെന്തിട്ടുണ്ട്. നമുക്ക് ചമ്മന്തി റെഡിയാക്കി എടുക്കാം. നല്ല 3 കഷ്ണം സവാള എടുത്തിട്ടുണ്ട്. നല്ല പച്ചമുളക് കാന്താരി കിട്ടിയില്ല, എന്ത് ചെയ്യാനാണ്, ഉപ്പും കൂടി ഇടാം. നല്ല പുളി വളംപുളി അതങ്ങാടി ഇടാം മക്കളെ. അത് ഇട്ടിട്ടുണ്ടല്ല കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കണം. നല്ല നാടൻ വെളിച്ചെണ്ണ തന്നെ വേണം. നാടൻ വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് കിട്ടില്ല. നല്ല അടിപൊളിയായിട്ട് കുത്തി സൈസാക്കി നല്ല അരച്ച് ചമ്മന്തി പോലെ അങ്ങോട്ട് സൈസാക്കി എടുത്തിട്ട് ഇത് കണ്ട മക്കളെ പ്ലേറ്റിൽ ചമ്മന്തി വെച്ച് കപ്പയും വെച്ച് ഒരു പിടുത്തം പിടിച്ചാലുണ്ടല്ലോ എൻ്റെ മക്കളെ സ്വർഗം കാണും. അമ്മാതിരി സാധനമാണ്. പണ്ടത്തെ കാലം വരെ ഓർമ്മ വരും. അമ്മാതിരി സാധനം. കോൾവിഞ്ഞേട്ടനും പപ്പ ഇതേപോലെ ചമ്മന്തിയാക്കും മക്കളെ കാന്താരി വെച്ച്. വേറെ ലെവലാട്ടാ. അപ്പം എൻ്റെ മക്കളൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കോൾവിഞ്ഞേട്ടൻ്റെ കൂടെ ഇങ്ങോട്ട് പോരുക. സെറ്റല്ലേ, പവറല്ലേ, ഓക്കെ അല്ലേ എല്ലാവരും. ഇതേപോലെ കൈ ഇങ്ങനെ ഊമ്പണം മക്കളെ. വേറെ ലെവലാണ്.